Hello students, now we prove theorem 6. Theorem 6 states that a space is embeddable in the Hilbert cube if and only if it is second countable and T3. The first part, necessary part of the theorem, is very easy to prove, but we have to know the definition of the Hilbert cube. The Hilbert cube. First we have to see what is a cube, then we have to see what is a Hilbert cube. Cube, you know the idea of the cube, and it is of the form 0, 1 power I, where I is any index set. Then it is a cube. If I is enumerable, means this is the Hilbert cube. I enumerable, this is called the Hilbert cube. The Hilbert cube. If I is enumerable, for different enumerable sets I, we can form different cubes with the I enumerable. But you know that 0, 1 and AB are closed intervals and they are homeomorphic. Any closed interval is homeomorphic to the interval 0, 1. Likewise, any cube with I enumerable, like this, any cube with I enumerable is homeomorphic to a particular cube. ഈ 0, 1 പോലെ ഒരു സ്റ്റാൻഡേർഡ് ക്യൂബുമായിട്ട് നമുക്ക് ഹോമിയോമോർഫിക് ആണ് എന്ന് പറയാം. സോ ഇങ്ങനെ പലതില്ല, ക്ലോസ്ഡ് ഇൻ്റർവൽ പലതില്ല, 0, 1 ഉള്ളൂ. 0, 1ൻ്റെ പ്രോപ്പർട്ടീസ് മതി മറ്റെല്ലാ ക്ലോസ്ഡ് ഇൻ്റർവൽസിൻ്റെയും പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടാൻ. അതുപോലെ ഹിൽബർട്ട് ക്യൂബുകൾ പലതുണ്ട്, പക്ഷേ ഈ 0, 1ൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് മറ്റെല്ലാ ക്ലോസ്ഡ് ഇൻ്റർവൽസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് പോലെ ഐ എന്യൂമറബിൾ ആകുമ്പോൾ നമ്മളൊരു ഹിൽബർട്ട് ക്യൂബിൻ്റെ കാര്യം പരിഗണിച്ചാൽ മതി, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ദ ഹിൽബർട്ട് ക്യൂബ്. ഫോർ ഐ എന്യൂമറബിൾ വി ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ക്യൂബ്സ്, ബട്ട് ദേ ആർ ഹോമിയോമോർഫിക് ആൻഡ് all of them are homeomorphic to each other. So we call that cube with I enumerable is as the Hilbert cube. അതാണ് ഹിൽബർട്ട് ക്യൂബ്, HC എന്ന് എഴുതാറുണ്ട് ഷോർട്ട് ഫോം ആയിട്ട്. തീരത്തിൽ നിങ്ങളുടെ ബുക്കിലൊക്കെ ഹിൽബർട്ട് ക്യൂബ് തന്നെ എഴുതിയിരിക്കുന്നത്, ഞാനിപ്പോൾ എളുപ്പത്തിൽ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ദെൻ ദർ ഇസ് എ തിയറം കണക്റ്റഡ് വിത്ത് ദ ഹിൽബർട്ട് ക്യൂബ്. അത് നിങ്ങൾക്ക് പ്രൂഫ് സിലബസിൽ ഒരിടത്തും പഠിക്കേണ്ടതല്ല. തിയറം ഇങ്ങനെയാണ്: every subspace of the Hilbert cube is second countable and metrizable. ഹിൽബർട്ട് ക്യൂബിനെ പറ്റിയല്ല, അതിൻ്റെ സബ്സ്പേസിനെ പറ്റിയാണ്. every subspace of the Hilbert cube is second countable and metrizable. ഹിൽബർട്ട് ക്യൂബിൻ്റെ സബ്സ്പേസിനെ പറ്റിയാണ്. then using this theorem we can prove the necessary part of our theorem. A space is embeddable in the, ഇപ്പോൾ സ്പേസിന് നമുക്ക് പേര് കൊടുക്കാം. let x be embeddable in the Hilbert cube. embeddable in the Hilbert cube. embeddable എന്ന് പറഞ്ഞാൽ there is a homeomorphism between x and Hilbert cube എന്നല്ല. embeddable homeomorphism അല്ല. അപ്പോൾ homeomorphism Hilbert cube ആയിട്ടല്ല, embeddable എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് subspace of the Hilbert cube. Space is homeomorphic to subspace of the Hilbert cube, and the subspace of every subspace of the Hilbert cube is which is second countable and metrizable എന്ന് നമുക്ക് ആ തിയറം ഉപയോഗിച്ച് പറയാനായിട്ട് സാധിക്കും. സെക്കൻഡ് കൗണ്ടബിൾ ആൻഡ് മെട്രൈസബിൾ. സോ x is homeomorphic to subspace of the Hilbert cube. അപ്പോൾ subspace of the Hilbert cubeനുള്ള പ്രോപ്പർട്ടി എക്സിനുണ്ട്. അപ്പോൾ x സെക്കൻഡ് കൗണ്ടബിൾ ആൻഡ് മെട്രൈസബിൾ എന്ന് നമുക്ക് പറയാം. മെട്രൈസബിൾ മീൻസ് മെട്രിക് സ്പേസ്. എല്ലാ മെട്രിക് സ്പേസസും T4 ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ എക്സ് സെക്കൻഡ് കൗണ്ടബിൾ, മെട്രിക് സ്പേസസ് എല്ലാം T4 ആണ്. ആൻഡ് T4 ആണെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതാണ് T4 ഹൈറാർക്കി ഓഫ് സെപ്പറേഷൻ ആക്സിയംസ്. T4 ഉണ്ടെങ്കിൽ T3 ഉണ്ട്, T3 ഉണ്ടെങ്കിൽ T2 ഉണ്ട്, T2 ഉണ്ടെങ്കിൽ T1 ഉണ്ട്, T1 ഉണ്ടെങ്കിൽ T0 ഉണ്ട്. നമുക്കിപ്പോൾ ഇത് മതി. T4 ഉണ്ടെങ്കിൽ T3 ഉണ്ട്. സോ എക്സ് ഈസ് സെക്കൻഡ് കൗണ്ടബിൾ ആൻഡ് T3. X is second countable and
T3. ഇതായിരുന്നു നമുക്ക് വേണ്ട സെക്കൻഡ് കൗണ്ടബിൾ ആൻഡ് T3. ക്യൂബ് 0 1 പവർ I ഫോമിലുള്ള സെറ്റ്. ഹിൽബർട്ട് ക്യൂബ് I എന്യൂമറബിൾ ആകുമ്പം ഉള്ളതെല്ലാം ഹോമിയോമോർഫിക് ആണ്. അതുകൊണ്ട് ദ ഹിൽബർട്ട് ക്യൂബ് എന്ന് പറഞ്ഞേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഹോമിയോമോർഫിസം മനസ്സിലാക്കാൻ ഇത് വേറെ കാര്യമാണ്. 0 1 എ ബിയും ഹോമിയോമോർഫിക് ആണ്. ഏത് ക്ലോസ്ഡ് ഇൻ്റർവെലിനെയും പഠിക്കാൻ 0 1 മതി എന്ന് പറയുന്ന പോലെ ഹിൽബർട്ട് ക്യൂബുകൾ I എന്യൂമറബിൾ ആകുമ്പോൾ ഉണ്ടാകുന്ന ക്യൂബുകളെ എല്ലാം പഠിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ക്യൂബ് മതി. ദാറ്റ് ഈസ് കോൾഡ് ദി ഹിൽബർട്ട് ക്യൂബ്. ആൻഡ് ദർ ഇസ് എ റിസൾട്ട് എവരി സബ്സ്പേസ് ഓഫ് ദ ഹിൽബർട്ട് ക്യൂബ് ഈസ് സെക്കൻഡ് കൗണ്ടബിൾ ആൻഡ് മെട്രൈസബിൾ. അവർ സ്പേസ് ഈസ് എംബഡബിൾ ഇൻ ദ ഹിൽബർട്ട് ക്യൂബ്. ഹോമിയോമോർഫിസം ബിറ്റ്വീൻ അവർ സ്പേസ് എക്സ് ആൻഡ് സബ്സ്പേസ് ഓഫ് ദ ഹിൽബർട്ട് ക്യൂബ്. സബ്സ്പേസ് ഓഫ് ദ ഹിൽബർട്ട് ക്യൂബ് സെക്കൻഡ് കൗണ്ടബിൾ ആൻഡ് മെട്രൈസബിൾ. Metrizable means T4. So X is second countable and T4, and T4 implies T3. X is second countable and T3. This is a proof of the first part of the theorem. Now assuming space is second countable and T3, we prove the converse part of the theorem. Space can be embeddable into the Hilbert cube. It is given in another video. Okay, thank you.